ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഭാപ്രസംഗകൻ്റെ പുസ്തകം അധ്യായം 6 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക. ചോദ്യം 1, സഭാപ്രസംഗകൻ അധ്യായം 6 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 12. ചോദ്യം 2, എന്തിനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ താൻ കണ്ടിരിക്കുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 3, സൂര്യന് കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മ താൻ കണ്ടിരിക്കുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യർക്ക്. ചോദ്യം 4, ഒരുവൻ എന്തു ചെയ്യുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു? ഉത്തരം ആഗ്രഹിക്കുന്നതിൽ. ചോദ്യം 5, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു? സഭാപ്രസംഗകൻ 6:2 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കുറവ് വരാത്ത വിധം. ചോദ്യം 6, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെയാണ് നൽകുന്നത്? ഉത്തരം സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ചോദ്യം 7, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നെങ്കിലും ദൈവം ഒരുവന് അവ എന്തു ചെയ്യാനുള്ള കഴിവ് നൽകുന്നില്ല? ഉത്തരം അനുഭവിക്കാനുള്ള. ചോദ്യം 8, ദൈവം ഒരുവന് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ആര് അനുഭവിക്കുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അന്യൻ. ചോദ്യം 9, ഒരുവന് 100 മക്കളോടുകൂടെ അവന് ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം പെറുക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും? സഭാപ്രസംഗകൻ 6:3 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ദീർഘായുഷ്മാനായിരുന്നാലും ചാപ്പിള്ളയായി. ചോദ്യം 10, എന്താണ് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നത്? ഉത്തരം ചാപ്പിള്ള. ചോദ്യം 11, അതിൻ്റെ എന്ത് അവിടെ തിരോഭവിക്കുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം നാമം. ചോദ്യം 12, ചാപ്പിള്ള എന്ത് കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല? ഉത്തരം വെളിച്ചം. ചോദ്യം 13, വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ലാത്തത് എന്ത്? ഉത്തരം ആര്? ഉത്തരം ചാപ്പിള്ള. ചോദ്യം 14, എന്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ? ഉത്തരം ഉദരപൂരണത്തിന്. ചോദ്യം 15, ഉദരപൂരണത്തിനാണ് ആരുടെ അധ്വാനം മുഴുവൻ? ഉത്തരം മനുഷ്യൻ്റെ. ചോദ്യം 16, ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? ഉത്തരം വിശപ്പ്. ചോദ്യം 17, ആർക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? ഉത്തരം ജ്ഞാനിക്ക്. ചോദ്യം 18, ജ്ഞാനിക്ക് ആരേക്കാൾ എന്ത് മേന്മയാണ് ഉള്ളത്? ഉത്തരം മൂഢനേക്കാൾ. ചോദ്യം 19, മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? ഉത്തരം ചമഞ്ഞു നടക്കാൻ. ചോദ്യം 20, മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ആർക്ക് നേട്ടമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ദരിദ്രന്. ചോദ്യം 21, കൺമുൻപിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നതാണ് സങ്കല്പങ്ങളിൽ അറിയുന്നതിനേക്കാൾ നല്ലത്? ഉത്തരം തൃപ്തിപ്പെടുന്നതാണ്. ചോദ്യം 22, കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിനേക്കാൾ നല്ലത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സങ്കല്പങ്ങളിൽ അറിയുന്നതിനേക്കാൾ. ചോദ്യം 23, എന്ത് വ്യക്തമായി കഴിഞ്ഞു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും. ചോദ്യം 24, എന്തിൻ്റെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വാക്കുകളുടെ. ചോദ്യം 25, വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? മനുഷ്യന് ഇതിലെന്ത് മേന്മ? ചോദ്യം 26, വ്യർത്ഥമായ ഹ്രസ്വജീവിതം എങ്ങനെ കടന്നു പോകുന്നു? ഉത്തരം നിഴൽ പോലെ. ചോദ്യം 27, നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ ആർക്ക് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? ഉത്തരം മനുഷ്യന്. ചോദ്യം 28, സൂര്യന് കീഴെ തനിക്ക് ശേഷം അവനോട് പറയാൻ ആർക്ക് കഴിയും? സഭാപ്രസംഗകൻ 6:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എന്ത് സംഭവിക്കുമെന്ന്. ചോദ്യം 29, സഭാപ്രസംഗകൻ 6:2 സമാനമായ പുതിയ നിയമഭാഗം? ഉത്തരം ലൂക്ക 12:20. ചോദ്യം 30, സഭാപ്രസംഗകൻ 6:10 സമാനമായ പഴയ നിയമഭാഗം?
ഉത്തരം ഉൽപ്പത്തി 1:2. ചോദ്യം 31. സഭാപ്രസംഗകൻ 6:12 സമാനമായ തിരുവചന ഭാഗങ്ങൾ. ഉത്തരം 1 ദിനവൃത്താന്തം 29:15, ജോബ് 14:11.